ക്ലിനിക്കൽ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ഹോസ്റ്റലിൽ ഇരിക്കുന്ന ടൈമിലാണ് നമുക്ക് നല്ല വിശപ്പിൻ്റെ പിടി വരുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് കഴിക്കാൻ എന്ത് കിട്ടിയാലും നമ്മൾ നന്നായിട്ടത് കഴിക്കും. ആ ഒരു ടൈമിലാണ് നമ്മുടെ ഹോമൊക്കെ മിസ് ചെയ്തത്. എന്ത് കഴിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കപ്പ കഴിച്ചാലൊന്നൊരു പൂതി വരിക. ആഹാ, കപ്പയ്ക്ക് ഇപ്പോൾ എവിടെ പോകാനാടാന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം മേടിച്ച സെപ്റ്റോതിന് മേടിച്ച സ്വീറ്റ് പൊട്ടറ്റോയുടെ കാര്യം ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ ഒറ്റ വേണ്ടി സ്വീറ്റ് പൊട്ടറ്റോ കെറ്റിലിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കെറ്റിലിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് സ്വീറ്റ് പൊട്ടറ്റോ എടുത്തു. അതിൻ്റെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഭാഗങ്ങളെല്ലാം ചെത്തി കളഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വെള്ളം തിളപ്പിച്ചു. അതിനുശേഷം സ്വീറ്റ് പൊട്ടറ്റോ കഴുകാനായിട്ടിരുന്നു. കഴുകുമോന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞങ്ങൾ കഴുകി. അതിനുശേഷം അത് വേവാൻ വേണ്ടി വെച്ചു. പിന്നെ മസാലാസ് എല്ലാം റെഡിയാക്കാനായിട്ട് ഉപ്പ്, മുളക്, വെളിച്ചെണ്ണ എല്ലാം ഇട്ടു മസാലാസ് റെഡിയാക്കി. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ വെന്ത സ്വീറ്റ് പൊട്ടറ്റോ എല്ലാം കൂടെ കൂട്ടി നമ്മുടെ പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ അത് ഉരുകി പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വേറെ പാത്രത്തിലോട്ട് മാറ്റി. അതിനുശേഷം നമ്മുടെ മസാലയും എല്ലാം അതിനകത്തിരിപ്പുണ്ട്. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഇത് പതുക്കെ തോടെല്ലാം മാറ്റി കഴിഞ്ഞ് നമ്മൾ ആ മസാലയും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കണം. എൻ്റെ പൊന്നടാവേ, ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞു.